സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധ്യൻ. നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. நான் போடும் கையெடுத்து அன்பே, உலகம் மொழியில் வரும் எல்லாமே நேரெடுத்து, காதல் தான் கண்ணெடுத்து அன்பே. மயிலிறகே மயிலிறகே வருடுகிறாய் மெல்ல, மழை நிலவே விழியில் எல்லாம் ഇവിടെയോ? ഏട്ടാ, ഇതെന്താ ഇങ്ങനൊരു സ്ഥലത്ത്? ആ ക്രിസ്റ്റി, ലൊക്കേഷൻ ഇത് തന്നെയല്ലേ? കറക്റ്റ് തന്നെയാണോ? ആ മാഡം, ഐ എം ഷുവർ ലൊക്കേഷൻ ഇത് തന്നെയാണ്. ഞാൻ ഇത് തന്നെയാണ് അങ്കിത് സാറിനും കാളിദാസ് സാറിനൊക്കെ അയച്ചു കൊടുത്തത്. കറക്റ്റ് ഇത് തന്നെയാണ് സ്ഥലം. ഐ തിങ്ക് സമൺ ഈസ് കമ്മിങ്. ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ലല്ലോ. ഒരു വട്ടാന്നാ തോന്നുന്നു. അഗി, ഇനിയെങ്ങാനും ഈ ഗോഡോണോളുള്ള സ്ഥലത്തൊക്കെ പിടിച്ചു നിർത്തിയിട്ട് ഈ സിനിമയിലൊക്കെ കാണുമ്പോൾ കഴുത്തത്ത് കൊല്ലാവല്ലായിരിക്കുമോ? സത്യമാണ് അമ്മച്ചാണ്, ഞാൻ ജീവിച്ചു പോതി തീർന്നിട്ടില്ല. പ്രേതമായിട്ടൊന്നും എല്ലാത്തിനും കൊല്ലം നോക്കുന്നത്. ഇടത്തേണ്ടി അല്ലെങ്കിൽ ഈ മനുഷ്യൻ ഉള്ള കിളിയെല്ലാം പോയി നിൽക്കുന്നത്. അപ്പോഴും ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് പേടിപ്പിക്കുന്നത്. നിനക്കിത് എന്തിൻ്റെ കേടകാശി? പിന്നെ ഇങ്ങനാണായിരിക്കും. അതിനാണെങ്കിൽ തന്നെ എന്താ, നമ്മൾ നേരെ നിക്കൂടെ അങ്ങോട്ട് അടിച്ച് അത്ര തന്നെ. രണ്ടുമൊന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ടോ? പിള്ളേരെ കാലം അപ്പുറം. അഗി, നീ അച്ഛനും കിച്ചനും വിളിച്ചായിരുന്നോ? അവന്മാര് ഇപ്പോഴാണെങ്കിൽ എത്തുമോ? അവരെന്തായാലും വരുമെന്നല്ലേ നിങ്ങളുടെയൊക്കെ വിശ്വാസം? വരുമ്പോ വരട്ടെ. ഏതായാലും അവര് വന്നാലേ ഇവിടുന്ന് ജീവനോടെ പോകാൻ പറ്റുള്ളൂ എന്നെല്ലാം തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മളിവിടെ സൈൻ ചെയ്യാനാ വന്നേ. ഇനി അതിൽ കൂടുതൽ എന്തെങ്കിലും നടന്നാലും ഞാനും ഈ നിൽക്കുന്ന 2 പേരും ഉണ്ടല്ലോ, ഇൻക്ലൂഡിങ് യു. അതുകൊണ്ട് രാമേട്ടൻ അതോർത്ത് പേടിക്കണ്ട. കൂടെയുള്ള ആരെങ്കിലും തൊട്ടാ ഒരുത്തിനെങ്കിലും കൊന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം. അത്രേ ഉള്ളൂ. എൻ്റെ പൊന്നെ ദൈവമേ, എടാ എത്തി മിണ്ടാ നിൽക്ക്. ഇങ്ങനെയുള്ള സ്ഥലത്ത് വിളിച്ചു വരുത്തിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ കൊല്ലാൻ പോവല്ലേ? നമ്മൾ എന്തിനാ വന്നേ? സൈൻ ചെയ്യാനാ? ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും വരുന്നോ നോക്കാം. വന്നില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് ഏരിയേറ്റ് ഇനി ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട ആരും. മിണ്ടാ നിൽക്ക്. ഇത് ആരോ വരുന്നുണ്ട്. എവനെവിടെ കണ്ടിട്ടുണ്ടല്ലോ നമ്മള്. ഹായ്, ഗുഡ് മോർണിംഗ്. ദേവിക മാഡം അറിയാം. ഇന്ദ്രയ്ക്കും എല്ലാവർക്കും എന്നെ അറിയായിരിക്കും. ഞാൻ ജോൺ, AK ഗ്രൂപ്പ്സിൻ്റെ PA ആണ്. എനിവേ, ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഒന്നും ഞങ്ങൾ അറേഞ്ച് ചെയ്തില്ല. ആക്ച്വലി ഞങ്ങളുടെ ഓഫീസ് ഇവിടെ അല്ല, ഇത് ഞങ്ങളുടെ ഗോഡൗൺ ആണ്, സ്റ്റോക്സ് ഒക്കെ കൊണ്ടിറക്കുന്ന സ്ഥലം. ഇവിടെ വെച്ചൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തുകൊണ്ട് ഇവിടെ ക്ലീൻ ആക്കിയിട്ടതാ. അപ്പോൾ വന്ന കാര്യങ്ങൾ സംസാരിക്കാം അല്ലേ? നീ എൻ്റെയും കിച്ചുവിൻ്റെയും കല്യാണത്തിന് വന്നിട്ടുണ്ടല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്. അതുമല്ലാതെ ഓർമ്മയുണ്ട്. കിച്ചു നിന്റെ വീട്ടിലായിരുന്നില്ലേ? എനിവേ, അതിനി എന്തോ ആയിക്കോട്ടെ. ഞങ്ങൾക്ക് സംസാരിക്കേണ്ടതും കാര്യങ്ങൾ പറയേണ്ടതും നിന്നോടല്ലാന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. AK ഗ്രൂപ്പ്സിൻ്റെ ഓണേഴ്സ്, അതായത് അത് 2 പേരാന്ന് ഈ ലോകം മുഴുവനും അറിയാം. അതാരാണോ അവരോടാണ് ഞങ്ങൾക്ക് സംസാരിക്കേണ്ടത്, അല്ലാതെ ആ ഗ്രൂപ്പ്സിൻ്റെ PA യോടല്ല. അങ്ങനെ സംസാരിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടാനും പോകുന്നില്ല. അവരുടെ സൈന്
ഞങ്ങൾക്ക് വേണമല്ലോ. അപ്പോൾ അവരെ തന്നെ കണ്ടല്ലേ പറ്റൂ. ഇതിനൊരു തീർപ്പ് വരുത്തണ്ടേ സംസാരിച്ച്? യാ, ശരിയാണ്. അവരെ കാണണം. മേ ബി ചിലപ്പോൾ നിങ്ങൾ പേപ്പേഴ്സൊക്കെ കയ്യിലുണ്ടല്ലോ, മുമ്പ് റെഡിയാക്കി കാണും. പക്ഷെ ഞങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ലീഗലിയുള്ള പേപ്പേഴ്സും അഡ്വക്കേറ്റും എല്ലാം അകത്ത് നിൽക്കുന്നേ ഉള്ളൂ. അത് റെഡിയാക്കിയിട്ട് അവർ ആദം എന്താ ഇവിടെ? ആദം, നീ എന്താ ഇവിടെ? കാശി, അങ്ങനെയല്ല ചോദിക്കേണ്ടത്. അവൻ എന്താ അതിൻ്റെ അകത്തുനിന്ന് വരുന്നതെന്നാ. എന്താ ആദമ നീ അതിൻ്റെ ഉള്ളിൽ നിന്ന്? ഇനി എങ്ങാനും ഞങ്ങൾ വന്നതിന് ശേഷം നീ വരണമെങ്കിലും പുറത്തുനിന്ന് ഞങ്ങൾ വന്ന അതേ വഴിയാണ് വരേണ്ടത്. നീ എന്താ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നേ? നീ നേരത്തെ വന്നോ അതോ? ആദമേടാ, നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? നിനക്കെന്താ ദേവമേയും കാശിന്ന് ചോദിക്കുന്ന ചെവി കേട്ടൂടെ? നീ എന്താ ഇവിടെയെന്ന്? അതിൻ്റെ അകത്തുനിന്ന് എന്തിനാ ഇറങ്ങി വന്നതെന്നാ ചോദിക്കുന്നത്? അതും അവരുടെ പേഴ്സണൽ ഏരിയ ആയിട്ടുള്ള അവിടെ നിന്ന്. ഓരോരുത്തരായിട്ട് ചോദിക്കേ. ജയ, എനിക്ക് AK ഗ്രൂപ്പ്സിനെ നേരത്തെ അറിയാം. ചെറിയൊരു ഫ്രണ്ട്ഷിപ്പാണ് ഞാനും അവർ തമ്മിൽ. ചെറുതല്ല, കുറച്ച് വലുതായിട്ട് തന്നെ. അതാ എനിക്ക് അത്രയും വേണ്ടപ്പെട്ടവരും പേഴ്സണലി അറിയുന്നവരുമാണ്. എന്നിട്ട് വീട്ടിൽ ഇന്നലെയൊക്കെ AK ഗ്രൂപ്പ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നീ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നതും കേട്ടില്ലല്ലോ. അന്നേരം എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ അതിനെ എങ്ങനെ എടുക്കാമെന്ന് സാറിന് അറിയായിരുന്നു കാശി. അതാ സാറൊന്നും പറയാത്ത. സാറ് മാത്രമല്ല, ഞാനും. അന്നമ്മ, നീ എന്താ ഇവിടെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആദമേ. ഇതെന്തൊക്കെയാ ഇതൊക്കെ? നിങ്ങളൊക്കെ എന്താ ഇവിടെ? നിങ്ങൾക്ക് നേരത്തെ AK ഗ്രൂപ്പ്സിനെ അറിയാമെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ എന്താ പൊട്ടന്മാരായിരുന്നോ? അമ്മ എന്താ ഒന്നും ചോദിക്കാത്തെ? അതും മോനെ, ഇത് തമാശയല്ല. എല്ലാവരും അവരുടേതായ പ്രശ്നങ്ങളിലും ടെൻഷനിലാണ് നിൽക്കുന്നത്. അന്നേരം ഇങ്ങനൊരു കളി അത് നല്ലതിനല്ല. എന്താ ഇവിടെ നടക്കുന്നത്? അത് നിങ്ങൾ പറഞ്ഞേ പറ്റൂ. നിങ്ങൾ രണ്ടുപേരെയും ഞങ്ങൾക്ക് അറിയാന്നുള്ളതാ. ഒന്ന് കിച്ചുവിന്റെ കൂട്ടുകാരിയാണെങ്കിൽ മറ്റേത് ഞങ്ങൾ കൈ പിടിച്ച് വളർത്തി ഞങ്ങളുടെ മോനാ നീ. എന്താ ഇവിടെ നടക്കുന്നത്? ഞാൻ പറയാം മുത്തശ്ശ, എല്ലാവരും കൂടെ ഇങ്ങനെ ഒത്തു ചോദിച്ച് കുഴപ്പിക്കാതെ കുറച്ച് സാവകാശം എന്താ പറയാനായിട്ട്. ഇല്ലെങ്കിലോ അച്ചു പറയും അല്ലേ അച്ചു? അതെന്തായാലും നമ്മളിൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞേ പറ്റുള്ളൂ കിച്ചു. അല്ലാതെ ഇത് എവിടം വരെ കൊണ്ടുപോകാൻ എന്തായാലും അറിയും, എന്നായാലും അറിയും. അതിങ്ങനെ അങ്ങ് തീരുന്നെങ്കിൽ തീരട്ടെ. എല്ലാവരും വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അല്ല കിച്ചു, എന്താ അച്ഛ ഇവിടെ നടക്കുന്നേ? AK ഗ്രൂപ്പ്സിനെ കാണാൻ വന്നിട്ട് യവന്മാരെന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നേ? ഹഗി, ഞാൻ പറഞ്ഞതാ, എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ട് യവന്മാരുടെ കാര്യത്തില്. ദേവു നോക്ക്, ആദമ പറഞ്ഞു വെച്ച് AK ഗ്രൂപ്പ്സ് അവന്റെ പരിചയക്കാരെന്നാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അച്ചു കിച്ചു എങ്ങനെ അതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങി വന്നതെന്ന് നമുക്കറിയത്തില്ല. ഇപ്പം നമ്മൾ അങ്ങോട്ടല്ലേ വിളിച്ചേക്കുന്നത്. നമുക്കവിടെ പോവാം, അവരെന്താ പറയുന്നത് നോക്കാം. ഇനിയിപ്പോൾ അങ്ങനെ അഥവാ പരിചയക്കാരാണെങ്കിൽ തന്നെ ചിലപ്പം അതുമായിട്ട് എന്തെങ്കിലും ആയിരിക്കും. നമുക്ക് നോക്കാം. വാ, ആരും ടെൻഷൻ ആവണ്ട, സമാധാനമായിട്ട് വാ. മാഡം വാ, ഇത് വഴി എങ്കിൽ പേപ്പേഴ്സ് എല്ലാം റെഡിയാണ്. അഡ്വക്കേറ്റ് ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. ഇനി സൈനും മറ്റു കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. എടുക്കല്ലേ ചേച്ചി. ഇതാ കിച്ചു, സൈൻ ചെയ്യും. കിച്ചു, എന്താ ഇവിടെ നടക്കുന്നേ? ഞങ്ങളൊക്കെ കണ്ടിട്ട് നിനക്കൊക്കെ പൊട്ടന്മാരായിട്ട് തോന്നുന്നുണ്ടോ? എന്തേലും വാ തുറന്ന് പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് അറിയാൻ പറ്റൂ. അച്ചു, എന്താ മോനെ ഇതൊക്കെ? നിങ്ങളെങ്ങനെയാ അവരുടെ ഗോഡൗണിലും അവരുടെ കമ്പനിയിലൊക്കെ നിങ്ങൾക്ക് മുമ്പേ അറിയാമായിരുന്നോ? അതും ഈ സ്ഥലമൊക്കെ നിങ്ങളും ഞങ്ങളുടെ കൂടെ അവിടെയല്ലേ വരേണ്ടത്? എന്ത് പേപ്പറിലാണ് മോനെ ഇപ്പോൾ സൈൻ ചെയ്തേ? നമ്മൾ സൈൻ ചെയ്യേണ്ട പേപ്പർ ഇതല്ലേ? എന്താ ഇവിടെ നടക്കുന്നേ? എന്താ എല്ലാം അവനോട് എന്നെ ചോദിക്കാതമ്മ, ഞാൻ പറയാം. അവനായാലും ഞാനായാലും ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ പോരെ?
അല്ല ഇന്ദ്ര? അപ്പം കിച്ചു പറഞ്ഞാൽ മതി, അച്ചുവിനെ പറയണമെന്നില്ല. കാരണം ഇത് തുടങ്ങി വെച്ചത് ഞാനാ. നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന AK ഗ്രൂപ്പ്സിൻ്റെ ഓണേഴ്സ് വന്നു കഴിഞ്ഞു. അത് ഞാനും അച്ചുവാ. അങ്കിത് ശിവപ്രസാദും കാളിദാസ് ശിവപ്രസാദും. ആ കാളിദാസ് ശിവപ്രസാദിൻ്റെ കൂടെ ഒരാളൂടെ ഉണ്ട്, കാശിനാഥ് ശിവപ്രസാദ്. പക്ഷെ അത് കാശിയേട്ടൻ ഇതുവരെ അറിയില്ലെന്ന് മാത്രം. ചെറുക്കാം, നിനക്ക് തമാശ കളിക്കാനുള്ള നേരമല്ലേ ഇത്? മോനെ, നീ ഇതെന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? നിനക്ക് വല്ല ബോധമുണ്ടോ? AK ഗ്രൂപ്പ്സ് എങ്ങനത്തെയാണെന്നും അവരെന്താ ചെയ്യുന്നതെന്നൊക്കെ അമ്മയ്ക്കും ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയാതെ, കളിക്കാതെ എന്താ ഇവിടെ നടക്കുന്നതെന്ന് മാത്രം നീ പറഞ്ഞാൽ മതി. അമ്മ, ഞാൻ കന്നഡയിലൊന്നും അല്ലല്ലോ പറഞ്ഞത്, മലയാളത്തിലല്ലേ. അമ്മയ്ക്ക് എന്നെ അറിയാമല്ലോ പണ്ട് തൊട്ടേ. കുറേ കാലം മുമ്പ് വയ്യാതെ നടന്ന ആ ഒരു കിച്ചുവിനെ അല്ലാത്ത വേറൊരു കിച്ചുവിനെ അമ്മയ്ക്കറിയാമല്ലോ. ആവശ്യത്തിന് മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ. അല്ലാത്ത സമയമൊക്കെ ഞാൻ കളിച്ച് നടക്കും. ഇപ്പം ഞാൻ ഇത്രയും സീരിയസ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഞാൻ തമാശ കളിക്കുമെന്ന്? ഇല്ലല്ലോ. അമ്മ പറഞ്ഞ കാര്യം സത്യമാണ്. ഞങ്ങൾ AK ഗ്രൂപ്പ്സ്, ഞാനും അച്ചു. കാശിയേട്ടനെ അറിയാത്തതുകൊണ്ട് കാശിയേട്ടനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങളറിഞ്ഞ അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുള്ള ഇല്ലീഗൽ ബിസിനസ് നടത്തുന്ന AK ഗ്രൂപ്പ്സ്, അല്ലെങ്കിൽ ആ 2 പുറം ലോകം കാണാത്ത മാഫിയ കിങ്സ്, എന്ത് വേണോ പറയാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇത് ഞാനായിട്ടാണ് തുടങ്ങി വെച്ചത്. അച്ഛന് ഞാനാ വാക്ക് കൊടുത്തത്. ഇത് തുടർന്ന് ഞാൻ തന്നെ നോക്കിക്കോളാമെന്ന്. അതുകൊണ്ട് ഇത് ഞാൻ തന്നെ എല്ലാവരോടും പറയണമെന്ന് തോന്നി. കിച്ചു, പണ്ട് നീ എങ്ങനെയായിരുന്നു ഇപ്പം നീ എങ്ങനെയാണോ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. നോക്ക്, നീ ഇപ്പം ഈ ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ടല്ലോ, അതത്ര നല്ലതല്ല. കിച്ചു, നീ പറയുന്ന ഒന്നും ന്യായമല്ല. AK ഗ്രൂപ്പ്സ് എന്തൊക്കെ തോന്നിയ ദിവസങ്ങളാണ് കാണിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാമെന്നുള്ളതാണ്. അതൊക്കെ നിങ്ങളാ ചെയ്തതെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇല്ലീഗൽ ബിസിനസ്സസ് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല നിങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുള്ളത്. ഡ്രഗ്സും വെപ്പൺസും എന്തൊക്കെയാ കാണിച്ചിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. കിച്ചു, ഇത് നിനക്ക് നല്ലതിനല്ല. ഇന്ദിര, എനിക്ക് നിന്നോട് പരിശുദ്ധമായ പ്രണയമാണ്. അതിനൊരു സംശയവും നിനക്ക് വേണ്ട. അതുകൊണ്ട് തന്നെ ഞാനൊന്നും നിന്നെ ചെയ്യത്തില്ല. എന്ന് വെച്ച് ആരെയും ചെയ്യാൻ അനുവദിക്കത്തില്ല എന്നല്ല. എനിക്ക് നീ എന്ന് പറഞ്ഞാൽ ഭ്രാന്ത, അതും ശരിയാ. നീയില്ലാതെ എനിക്ക് പറ്റത്തുമില്ല. അതെല്ലാം ഞാൻ അച്ഛനോട് പറഞ്ഞ് അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടാ ഇപ്പം ഈ നിന്ന് പറയുന്നത്. നീ ഇപ്പോൾ പറഞ്ഞ വെപ്പൺസിൻ്റെയും ഡ്രഗ്സിൻ്റെയും പലതിൻ്റെയും ഇല്ലീഗൽ ബിസിനസ് ചെയ്യുന്ന AK ഗ്രൂപ്പ്സിൻ്റെ ഓണറാണ് ഞാനും ഈ ഇരിക്കുന്ന അച്ചുവും. അത് തന്നെയാണ് 1000 പ്രാവശ്യമായാലും എനിക്കിവിടെ പറയാനുള്ളത്. നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ അംഗീകരിക്കുക. ഇതിലൊരു നുണയുമില്ല. സത്യസന്ധമായിട്ടുള്ള കാര്യം പറയാൻ നുണ പറയേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ലല്ലോ. പിന്നെ മറച്ചു വെച്ച് മടുത്തു. ഇനി ഇത് പറഞ്ഞ് തൊലച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് സമാധാനം കാണത്തില്ല. ഇതാരെങ്കിലുമൊക്കെ പുറത്തു കൊണ്ടുവന്ന് മറ്റുള്ളവരെ വായിന്ന് അറിയുന്നേക്കാളും നല്ലതല്ലേ ഞങ്ങളായിട്ട് തന്നെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ അറിയിക്കുന്നത്. ഇന്ദ്ര, വേറെ ആരും മനസ്സിലാക്കിയില്ലെങ്കിലും നീ കിച്ചുവിനെ മനസ്സിലാക്കണം. അതുപോലെ അഗീം, അവരുടെ അവസ്ഥയും സാഹചര്യമൊക്കെ അങ്ങനെയായിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ കാര്യം എനിക്കും അറിയാം. ഞാൻ അവരുടെ കൂടെ നിന്നിട്ടേ ഉള്ളൂ. അവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നാലും ആ അച്ഛൻ്റെ മകൻ ഞാനായിരുന്നാലും ഇങ്ങനെ ചെയ്യൂ. നിങ്ങളവരെ മനസ്സിലാക്കുന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇതിത്രയും അവർ നിങ്ങളോട് തുറന്നു പറഞ്ഞത്. അതമ്മേ, എന്ത് മനസ്സിലാക്കണമെന്നാ നീ പറയുന്നത്? അതെല്ലാം പോട്ടെ, എന്തർത്ഥത്തിലാണ് നീ യവന്മാരുടെ കൂടെ നിന്നത്? ഇതറിഞ്ഞ നിമിഷം നീ ഞങ്ങളോട് പറയണമായിരുന്നു. അച്ഛൻ്റെ പോതാൻ്റെ മക്കള് പോവാതിരിക്കാനാ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ശിവ ഗ്രൂപ്പ്സ് എന്ന കമ്പനി ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ കളഞ്ഞു വിട്ടു എന്ന് പറഞ്ഞിട്ടാ ഞാനുമായിട്ടുള്ള ജീവിതം തന്നെ സ്റ്റാർട്ട് ചെയ്തത്. 3 മക്കളായി. ഞാൻ വിശ്വസിച്ചു. ശിവേട്ടൻ്റെ മരണം വരെ ഞാൻ വിശ്വസിച്ചു.
ആയിക്കോട്ടെ, പക്ഷെ അത് പറ്റിക്കായിരുന്നു. ഇപ്പത് എൻ്റെ മക്കളും. കിച്ചു, വേണ്ട മോനെ, അമ്മയ്ക്കറിയാം മോൻ അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ്, അച്ഛനും. അതുകൊണ്ടാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്തത്. പക്ഷെ ഇവിടെ വിട്ടേക്ക്, അമ്മയെ പറയുന്നത്, ഇവിടെ വിട്ടേക്ക് കിച്ചു. അച്ചു, ഇത് വേണ്ട മോനെ, അവസാനിപ്പിക്കും. ഇതൊന്നും ശരിയല്ല മോനെ. അമ്മ, ആര് പറ്റിച്ചു എന്നാ അമ്മ പറയുന്നേ? ആര് പറ്റിച്ചു എന്നാ? അച്ഛനോ? അന്ന് അച്ഛൻ മരിക്കുന്ന നേരത്ത് ഞാൻ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് അമ്മയ്ക്കെന്നല്ല, ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. അച്ഛനെ കൊന്നതാരാന്നും എല്ലാവർക്കും അറിയാം. വാസുദേവ്. എൻ്റെ തലയ്ക്കടിച്ച് എൻ്റെ ബോധം പോയി. അതിനു മുമ്പ് അച്ഛൻ എന്നോട് ഒരു കാര്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അമ്മ അച്ഛനായിട്ട് തുടങ്ങി വെച്ചത് അത് പകുതിക്കിട്ട പലരുടെയും നാശത്തിന് കാരണമാവുമെന്ന്. അന്നേരം ഞാൻ വാക്കുകൊടുത്തു. പക്ഷെ അമ്മ ഇപ്പം നിർത്താൻ പറയുന്നുണ്ടല്ലോ. അന്ന് അച്ഛൻ എന്തുകൊണ്ടാണ് എൻ്റെ നിന്ന് വാക്ക് വാങ്ങിച്ചതെന്ന് എനിക്കിന്നും അറിയാം. ഒരിക്കലും പകുതി കിട്ടിട്ട് പോകാൻ പറ്റുന്ന പണിയല്ല അത്. അതുകൊണ്ട് അതിപ്പോൾ അറിയാമെന്നുള്ള ഏക ഒരാളാണ് അച്ചു. അവനോട് ചോദിച്ചറിയാം ഇതെത്രത്തോളം റിസ്ക് ആണെന്നും ഇതെങ്ങനെയാണ് കൊണ്ടുപോകുന്നതെന്നും. ഞാനൊന്നും അറിഞ്ഞില്ലമ്മ. സത്യം പറഞ്ഞാൽ അവനെ പോലും ഇതിലോട്ട് വലിച്ചഴിച്ച ഞാനാ. അപ്പം എങ്ങനെയാ അച്ഛൻ ചതിയനാവുന്നത്? അച്ഛൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. സ്വന്തം കുടുംബത്തെയും സ്വന്തം ഭാര്യയെയും സ്നേഹിക്കുന്ന ഏതൊരാളും അവരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അച്ഛനിത് പകുതിക്ക് നിർത്തിയാൽ എന്തൊക്കെയാണ് സംഭവിക്കുകയെന്ന് അച്ഛന് നന്നായിട്ട് അറിയാമായിരുന്നു. ശരിയാ, അച്ഛൻ ഇത് തുടങ്ങിയത് തെറ്റാ, അച്ഛൻ കാണിച്ചത് തെറ്റാ, അച്ഛൻ ചെയ്ത ബിസിനസ് തെറ്റാ, എല്ലാം തെറ്റാ. മൊത്തത്തിൽ ശിവപ്രസാദ് തെറ്റ് തന്നെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങേരെ രക്തത്തിൽ പറഞ്ഞ ഞങ്ങളും തെറ്റുകാരാ. കിച്ചു, നിങ്ങൾ രണ്ടും കൂടെ എന്നെ പോലും ഒന്നും അറിയിക്കാതെ ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണോ നീ നിന്ന്? അതിനിതോ ഇയാളെയും കൂട്ടുപിടിച്ചിട്ടുണ്ട്. കിച്ചു, നിങ്ങൾ ചെയ്തു കൂട്ടിയതിനെയും കാണിച്ചു കൂട്ടിയതിനും തെറ്റുകളും ന്യായീകരിക്കാൻ ശ്രമിക്കരുത്. അച്ഛൻ പണ്ട് എങ്ങനെയായിരുന്നോ പണ്ട് എങ്ങനെയല്ലായിരുന്നോ അതൊന്നും ഞങ്ങളെ ബോധിക്കുന്ന കാര്യമല്ല. നിങ്ങളോട് ഇത് നിർത്താനാണ് അമ്മ പറഞ്ഞത്. അത് കേൾക്കാൻ പറ്റൂല്ലേ? അതേ മക്കളെ, ശിവ ഇത് ചെയ്തിരുന്ന കാലത്ത് എനിക്ക് നന്നായി അറിയാമെന്നുള്ളതാ. അവൻ ഇതൊക്കെ നിർത്തിയെന്ന് എന്നോടും പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചതുവാ. അതിനുശേഷം എന്തൊക്കെയോ സംഭവിച്ചു. ഇവളെ കല്യാണം കഴിച്ചു, എല്ലാം നേരെയായെന്ന് വിചാരിച്ചതാ. പക്ഷെ അതിപ്പോൾ വീണ്ടും നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ അതറിഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നതാ. ഇതിൻ്റെ റിസ്ക് അറിഞ്ഞുകൊണ്ടും പറയുന്നതാ. ഇത് ഇവിടെ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. നമ്മളെ കുടുംബത്തിനൊന്നും സംഭവിക്കത്തില്ല. നമ്മളൊക്കെ തന്നെ കാണത്തില്ലേ നമ്മളെ കുടുംബത്തിന് പ്രൊട്ടക്ഷന് വേണ്ടി. പിന്നെ എന്തിനാ ഇങ്ങനൊരു തീക്കളി? ഇതാർക്കും നല്ലതല്ല മക്കളെ, ഇത് നിർത്തിയേ. ദേവജ, ഇതങ്ങനെ പെട്ടെന്നൊന്നും വച്ച് അവസാനിപ്പിച്ചിട്ട് പോകാൻ പറ്റുന്ന പണിയല്ല ദേവജ. ദേവച്ചൻ തന്നെ പറഞ്ഞു അത് ദേവച്ചനെ അറിയാമെന്ന്. പിന്നെ എന്തർത്ഥത്തിലാണ് ദേവച്ച ഇത് നിർത്താൻ പറയുന്നവരോട്? അവരിപ്പോൾ ചെകുത്താനും കടലിനും നടുക്ക. അവരുടെ അവസ്ഥയോടെ നിങ്ങളൊക്കെ എന്താ മനസ്സിലാക്കാത്തത്? അവരുടെ അന്നത്തെ സിറ്റുവേഷൻ അതായിരുന്നു, അവസ്ഥ അതായിരുന്നു. ഇതെല്ലാവരും അവരെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാ? പൊന്നമ്മായിൻ്റെ മോനെ, മിണ്ടരുത്. നീ മിണ്ടരുത്. നീ എൻ്റെ ഒറ്റ സുഹൃത്താ. അതിൻ്റെ പേരില ഇപ്പോഴും നീ ഇവിടെ നിന്ന് ചിലക്കുന്നത്. നിനക്ക് അറിയാലോ ഇന്ദ്ര, നീ എങ്ങനെയാണോ അതുപോലെ തന്നെ ഇന്ദ്ര. ഒട്ടും കുറഞ്ഞിട്ടൊന്നുമില്ല ഇന്നും. സ്നേഹത്തിന് മുമ്പിൽ കീഴടങ്ങി നിൽക്കുന്നതേ ഉള്ളൂ, അല്ലാതെ പോങ്ങനൊന്നും ആയിട്ടില്ല. കിച്ചു, ഇതിവിടെ നിർത്തിക്കോ, ഇവിടെ. എന്നിട്ട് എൻ്റെ കൂടെ വരാൻ നോക്ക്. അച്ചു, കുഞ്ഞെ, മോനെന്തോ ഒന്നും പറയാത്ത? എനിക്ക് മുമ്പേ തോന്നിയത് നീ നിന്റെ അച്ഛന്റെ ചോരയാ. ദേവനും ധോവനും ഇനി എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ അവന്റെ ഗുണം മാത്രമേ കാണിക്കത്തുള്ളൂ. പക്ഷെ എന്നാലും മുത്തശ്ശൻ പറയാം, ഇത് എത്രത്തോളം ഡേഞ്ചർ എന്ന് അറിയാന്നുള്ളതുകൊണ്ടാണ് മുത്തശ്ശൻ പറയുന്നത്. വേണ്ട മോനെ, ഇതിവിടെ നിർത്ത്.
ഇത് നിങ്ങൾക്ക് നല്ലതിനല്ല, ഒരിക്കലും. ആദ്യമേ നീ എന്തറിഞ്ഞിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നേ? നിനക്കറിയത്തില്ല, ഞാൻ എൻ്റെ 12-ാം വയസ്സ് തൊട്ട് ഇവന്മാരെ കാണുന്നതാ. എടുത്തുകൊണ്ട് നടന്ന വളർത്തിയ പിള്ളേർ. ഒരിക്കലും ഇങ്ങനൊരു കാര്യത്തിന് നീ ഇവർക്ക് കൂട്ടി നിൽക്കാൻ പാടില്ലായിരുന്നു. അതും കിച്ചുമോനെ, രാമേട്ടനാ പറയുന്നത്, വേണ്ടടാ, മതിയാക്ക്, ഇതൊന്നും വേണ്ട, നമുക്ക് നമ്മൾ മാത്രം മതി, ശിവ ഗ്രൂപ്പ്സും നമ്മളും, അത് മതിയിടാ, അതാ നമ്മുടെ ലോകം. അച്ചു, എനിക്കറിയായിരുന്നു നീ നീ ഞാൻ വിചാരിക്കുന്ന രീതിയിലല്ല പോകുന്നതെന്ന്. പക്ഷെ അതൊരിക്കലും ശിവച്ചൻ്റെ കമ്പനി എടുത്ത് ചെയ്യുന്ന, അല്ലെങ്കിൽ ശിവച്ചൻ ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടെന്നോ അതിന് ചുക്കാൻ പിടിക്കുന്ന നീയാണോന്നോ ഞാൻ വിചാരിച്ചിട്ടില്ല. വേണ്ടടാ അച്ചു, ഇത് നമുക്ക് വേണ്ട. ഓ ശരി, അപ്പം അമ്മയും ദേവച്ചനും കാശിയേട്ടനും ഹഗിയേട്ടോ ഒന്നും മിണ്ടിയിട്ടില്ലല്ലോ അല്ലേ? അപ്പം ആർക്കും ഞാനിതുവരെ പറഞ്ഞ ഒന്നും മനസ്സിലായില്ല. ശരി ഇന്ദ്ര, പറ, ഞങ്ങളെന്താ ചെയ്യണ്ടേ? നിർത്തണം, ഇതെല്ലാം നിർത്തണം. പച്ച മലയാളത്തിൽ പറഞ്ഞ ഇതെല്ലാം നിർത്തി അവസാനിപ്പിച്ച് ഞങ്ങളുടെ കൂടെ വരണം. ന്യായമായ ആവശ്യം. ഞാനും എന്നാൽ പച്ച മലയാളത്തിൽ മുഖത്ത് നോക്കി തന്നെ പറയാം എല്ലാവരുടെയും. പറ്റൂല, ഞങ്ങൾക്കിത് നിർത്താൻ പറ്റൂല. അതിന് ഏത് ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാലും. അതാണ്, ദാറ്റ്സ് മൈ വോയ്. അപ്പോൾ അതെല്ലാം പറഞ്ഞല്ലോ, ഇനി എന്താ നിങ്ങളുടെയൊക്കെ പ്ലാൻ? അച്ചു, ഇത്രയും നേരം നീ മിണ്ടിയിട്ടില്ല. ഞങ്ങൾക്കറിയാം നീ അവനെ വെച്ച് കളിക്കാന്ന്. കിച്ചു വേണ്ട, ഇതിവിടെ നിർത്തിക്കോ, നീ എൻ്റെ കൂടെ വാ. മര്യാദയ്ക്ക് നീ ഞങ്ങളുടെ കൂടെ വരുന്നത് നിനക്ക് നല്ലത്. അച്ചു, എവനെ വെച്ചൊരു പ്ലേ അത് നിനക്ക് നല്ലതിനല്ല. നിനക്ക് എത്രത്തോളം അവൻ്റെ അവകാശമുണ്ടോ അതേപോലെ അവനെ കിട്ടിയ എനിക്കും ഉണ്ട് അവകാശം. ആ അവകാശത്തിലാണ് പറയുന്നത്. കിച്ചു എൻ്റെ കൂടെ വരും. അച്ചു, കിച്ചു, നോക്ക്, അമ്മ ലാസ്റ്റായിട്ട് വിളിക്കുക. ഇത് നിർത്തിയിട്ട് വരാൻ പറ്റുമില്ലേ? അമ്മ പിന്നെ ആർക്ക് വേണ്ടിയാ മക്കളെ? ഇത് നിർത്ത്, ഇത് വേണ്ട, ഇത് നമുക്ക് പറ്റിയതല്ല. നിങ്ങളുടെ അച്ഛൻ, അയാളെ കൊണ്ട് ഞാൻ ഇവിടുന്ന് പോയത് പോലും ഇതിന്ന് അയാളൊന്ന് മാറി നിൽക്കാനാ. ഇപ്പൊ നിങ്ങളും നോക്കിച്ചു, ഇതൊന്നും നല്ലതല്ല, മതിയാക്ക്, വാ നമുക്ക് പോവാം. അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? അമ്മ, ഞങ്ങൾ വരത്തില്ല. ഈ കമ്പനിയോടുകൂടെ അമ്മയ്ക്ക് ഞങ്ങൾ അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ ഈ നിമിഷം അമ്മയുടെ കൂടെ ഞാൻ വരും. അല്ല, അച്ഛനും വരും. ഇല്ലെങ്കിൽ ഞങ്ങളില്ലമ്മ. കമ്പനി ഇല്ലെങ്കിൽ നീ വരും കിച്ചു എൻ്റെ കൂടെ. മര്യാദയ്ക്ക് വന്നോ കിച്ചു, അല്ലെങ്കിൽ നിനക്ക് ഇന്ദ്ര അറിയത്തില്ല. ബോധമില്ലാത്ത സമയത്തിന് ആ കിച്ചു കണ്ടൊരു ഇന്ദ്രയുണ്ട്. ആ ഇന്ദ്രയെ നീ പുറത്തടിപ്പിക്കരുത്. നിന്നെ തല്ലിയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകും. നീ എൻ്റെ റൂമ്പും അതിന് ഈ അച്ചു ചാവണം. അങ്കിത് ശിവപ്രസാദ് ചാവാതെ ഈ നിൽക്കുന്ന കാളിദാസിൻ്റെ ശരീരത്തിൽ ഒരു തുള്ളി മണ്ണിടാൻ ഒരു മയിലിനെ ഞാൻ സമ്മതിക്കത്തില്ല. നീ എന്നാ കൊണ്ടുപോടാ അവനെ, കൊണ്ടുപോടാ മയിരവനെ. അച്ചു വേണ്ട ഇന്ദ്ര, ഞാൻ പറയുന്ന കേൾക്ക്. നീ ഇങ്ങനെ ഒരുമാതിരി മന്ദബുദ്ധിയോളപ്പോലെ സംസാരിക്കരുത്. നീ അവരുടെ അവസ്ഥ മനസ്സിലാക്കുക. എന്ത് നീ അവരുടെ കൂടെ നിൽക്കുക വേണ്ടേ? വേറെ ആരും നിന്നില്ലെങ്കിലും നീ നിൽക്കും എന്നുള്ള ഒരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. നിനക്ക് അങ്ങനത്തെ പല ഉറപ്പും കാണോ അതുമേ? കാരണം നീ സക്രിയ ജോണിൻ്റെ മോനല്ലേ. ദേ ഈ നിൽക്കുന്നവരുടെ മാറ്റ തന്തയുടെ പഴയ സുഹൃത്തിൻ്റെ മോൻ. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടും കിട്ടിക്കാണുമല്ലോ കുറച്ചൊക്കെ അല്ലേ? നിനക്ക് ഉളുപ്പുണ്ടാകുമേ? ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്റെ കൂട്ടുകാരനല്ലേ? അല്ല, അങ്ങനെ അല്ലായിരുന്നല്ലോ നമ്മൾ. നിന്റെ മനസാക്ഷി ഞാനും
എൻ്റെ മനസാക്ഷി നീയും ഇങ്ങനെ ആയിരിക്കുമല്ലേ മനസാക്ഷിയാവുന്നേ? എന്നിട്ടിപ്പോ 1000 പേരെ വേണോ കൊന്ന യവന്മാർക്ക് വേണ്ടി നീ സപ്പോർട്ട് ചെയ്യുന്നല്ലേ? അച്ചു, നീ ഇനി എന്നെ തല്ലി കൊല്ലൂന്ന് പറഞ്ഞാലും എനിക്ക് എൻ്റെ കിച്ചുവിനെ വേണം. ഹാ, നീ പറയുന്ന കേട്ടാ തോന്നൂലടാ ഞാൻ അവനെ പിടിച്ച് ഇവിടെ കെട്ടിയിട്ടേക്കാന്ന്. കൊണ്ടുപോ, അവൻ വരുമെങ്കിൽ നീ കൊണ്ടുപോ. നേരത്തെ ഞാൻ നിൻ്റെ അടുത്ത് പ്രതികരിച്ചത് അത് നീ പഴയ കണക്ക് ഇവിടെ എടുത്ത് ഊമ്പിയിട്ടാ. അങ്ങനെ പഴയത് കുരയ്ക്കാൻ നീ ആയിട്ടില്ല ഇന്ദ്ര. ഞാനവിടെ ഉള്ളപ്പോൾ അവൻ്റെ ശരീരത്തിൽ നീ തൊടുന്നത് എനിക്കൊന്ന് കാണണം. അല്ലെങ്കിൽ അവൻ വരുമെങ്കിൽ നിനക്ക് കൊണ്ടുപോകാം, എനിക്കൊരു കുഴപ്പമില്ല. അവൻ്റെ സന്തോഷം തന്നെ എൻ്റെ സന്തോഷം. അല്ലാതെ അവൻ്റെ സന്തോഷം കളഞ്ഞിട്ട് എൻ്റെ കൂടെ നിൽക്കാൻ ഞാൻ അവനെ ഈ നിമിഷം വരെ നിർബന്ധിച്ചിട്ടില്ല. ഇനി അത് ചെയ്യേയില്ല. അവൻ വരുമെങ്കിൽ നിനക്ക് കൊണ്ടുപോകാം. നിനക്കെന്നല്ല, ഇവിടെ ഉള്ള ആർക്കും. ഞാനേതായാലും ശിവപ്രസാദിൻ്റെ മോനായ ഞാനേതായാലും AK ഗ്രൂപ്പ്സ് ഉപേക്ഷിക്കാൻ പോണില്ല. ഇത് മുമ്പോട്ട് തന്നെ കൊണ്ടുപോകും. അവൻ്റെ കാര്യം നിങ്ങൾക്ക് തന്നെ അവനോട് ചോദിക്കാം. അതുപോലെ ആദമിനും പോണമെങ്കിൽ പോവാം. ഞാൻ ഒരാളെയും എൻ്റെ കൂടെ നിൽക്കാൻ നിർബന്ധിക്കത്തില്ല, ഒരാളെയും. അച്ചു, നീ വരത്തില്ലെന്ന് തീരുമാനിച്ചു. ശരി കിച്ചു മോനെ, വാ നമുക്ക് പോവാം. അവൻ എന്തെങ്കിലും ഈ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് തോന്നുമ്പോ അവൻ വരും. പക്ഷെ നീ വാ, അമ്മയെ വിളിക്കുന്നു. വാ മോനെ. ഇല്ലമ്മ, എനിക്ക് അച്ചുവോ വലുത്. എൻ്റെ മരണം വരെ ഞാൻ അവൻ്റെ കൂടെ നിൽക്കും. അതിന് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും, അമ്മയെ നഷ്ടപ്പെട്ടാലും ഇന്ദ്രിയെ നഷ്ടപ്പെട്ടാലും, അമ്മ തന്നെയാണ് ഞങ്ങളത് പറഞ്ഞു പഠിപ്പിച്ചത്. ഈ ലോകത്തിന് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും രണ്ടുപേരും എപ്പോഴും ഒപ്പം കാണണമെന്ന് പറഞ്ഞു. അവനെ ഒറ്റയ്ക്കാക്കിയിട്ട് അമ്മ പഠിപ്പിച്ച പാഠമാണ് ഞാനിവിടെ നോക്കുന്നത്. അവനെ ഒറ്റയ്ക്കാക്കിയിട്ട് ആരെ കൂടെയും കാളിദാസ് വരില്ല. അതിന് തല്ലിക്കൊന്നാലും വരില്ല. അവനുള്ളപ്പോൾ എന്നെ ആരും തൊടത്തില്ല എന്നെനിക്ക് അറിയാം. എന്നാലും വരൂലമ്മ, ഞാനില്ല. കിച്ചു, അഗി, നീ എന്തോന്നും മിണ്ടാത്ത? നിനക്ക് പറഞ്ഞൂടെ അച്ഛനോട്? നീ പറ, നീ എന്തെങ്കിലും മാത്രം പറ. എത്ര നേരം നീ ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുന്നു? സിദ്ധുട്ടാ, ഇവരെന്ത് നമ്മൾ പറയുന്നത് മനസ്സിലാക്കാത്ത? ഇതൊന്നും ശരിയല്ല. ആരെങ്കിലും ഒന്ന് പറ. എന്തു പറയാനാ? ശിവച്ചനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു തീരുമാനം എടുത്താൽ പിന്നെ അതിൽ നിന്ന് പിൻവലിയാത്ത മനുഷ്യനാ ആ ശിവച്ചൻ. തന്നെയാ ഇപ്പം എൻ്റെ മുമ്പിൽ 2 രീതിയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനൊന്നും പറയുന്നുമില്ല. എനിക്ക് ആരുടെ കൂടെ നിൽക്കേണ്ടതെന്നും അറിയത്തില്ല. എല്ലാവർക്കും അവരുടേതായ ന്യായങ്ങളുണ്ട്. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാശിക്ക് കുടുംബത്തെ രണ്ടാക്കല്ലെന്നേ ഞാൻ പറയുന്നുള്ളൂ. അത് മാത്രം. ഇനിയത് പറയണ്ട സിദ്ധു. ഇവിടെ 2 കഴിഞ്ഞു. അച്ചു, കിച്ചു, ആദമേ, നിങ്ങൾ 3 എൻ്റെ മക്കളായിരുന്നു. ഇനി അതല്ല. ഇന്ദ്രയുടെയോ അഗിയുടെയോ കാശിയുടെയോ നിഴൽ വെട്ടത്ത് നിന്നെയൊക്കെ കണ്ട ബാക്കിയപ്പോ ഇനി നിങ്ങൾ എൻ്റെ മക്കളല്ല. ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരുമായിട്ടുള്ള നിങ്ങളുടെ എല്ലാ ബന്ധവും ഇന്നത്തോടെ തീർന്നു. ഇന്നത്തോടെ വാ പിള്ളേരെ. അമ്മ ഇത് എന്തൊക്കെ വിളിച്ചു പറയുന്നേ? അമ്മ ഒന്നുകൂടെ പറഞ്ഞു നോക്ക്, അവര് വരും. പക്ഷെ അഗി നീ എന്തൊന്നും മിണ്ടാത്ത ഇത്ര നേരമായിട്ടും? എടാ, നീ പറഞ്ഞ അച്ചു കേക്കും. നീ പറ. ഞാനിതിന് ഇനി എന്ത് പറയാനാ കാശി?
എല്ലാം അവരായിട്ട് എന്നെ തീരുമാനിച്ചില്ലേ നമ്മളൊന്നും വേണ്ടാന്ന്. അവരെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. ഞാൻ പോവാ. ആദമേ, ഇതൊരിക്കലും നിനക്ക് നല്ലതിനല്ല. നിനക്കെന്നല്ല, എവർക്കും. ഇത് നിങ്ങൾക്ക് 3 പേർക്കും ദോഷം ചെയ്യത്തേ ഉള്ളൂ. വാ കാശി, വാ. കിച്ചു, ഇനി എൻ്റെ ലൈഫിൽ നീ ഇല്ല കിച്ചു. നീ ഇല്ല. നീ കുറച്ചു മുന്നേ പറഞ്ഞതൊക്കെ സത്യമായിരിക്കും. നിനക്കെന്നോട് ഭ്രാന്തമായ പ്രണയമാണ്. പക്ഷേ എൻ്റെ നിനക്ക് നേടാൻ അർഹതയില്ലെന്നാ തോന്നുന്നത്. നിനക്ക് ഇവനല്ലേ വലുത്. ഇവൻ്റെ കൂടെ തന്നെ നിന്നോ ജീവിതകാലം മുഴുവൻ. മക്കളെ, ഞാനെല്ലാരെയും പോലെ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. മനസ്സിലാവുന്നുണ്ട് മുത്തശ്ശന് നിങ്ങളുടെ സാഹചര്യം. പക്ഷേ എങ്ങും ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടെന്നോ അല്ലെങ്കിൽ ആരും കൂടെയില്ലെന്നോ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞോ ഈ മുത്തശ്ശൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം വീട്ടിലോട്ട്. ഈ പറഞ്ഞിട്ട് പോയി ആരെതിർത്താലും നിങ്ങളെ ഞാൻ കയറ്റും നമ്മുടെ വീട്ടിൽ. നിങ്ങൾ ചെയ്യുന്ന തെറ്റാണോ ശരിയാണോന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സിദ്ധുവേട്ടനെ വിളിക്കും. റാമേ, നീ അവരുടെ കൂടെ നിന്നോ. എന്തോ എനിക്ക് അങ്ങനെ പറയാനാ തോന്നുന്നത്. പക്ഷേ എനിക്ക് അവരുടെ കൂടെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിന്നാൽ മതി. നിനക്കും ഇവർ ചെയ്ത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ വരാം. ശരി, ഇച്ചായനെങ്കിലും മനസ്സിലാക്കി ചായ. ഇല്ല ആദമേ, മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഉണ്ട ചോറിന് നന്ദിയോട് കാണിക്കുന്നത് സ്വഭാവം എനിക്കില്ല. സിദ്ധു എന്താ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ എൻ്റെ അറിവ് വെച്ച കാലം മുതൽ ദേവമ്മയുടെ കൂടെയാണ്. ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. പോട്ടെ. കിച്ചു, അതമേ, രണ്ടുപേരോട് ഞാൻ ഒന്നുകൂടി പറയാം. ഇപ്പം പോകുന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ. ഒരിക്കലും ഞാൻ പറയത്തില്ല എൻ്റെ കൂടെ നിൽക്കണമെന്ന്. ഒരിക്കലും. അച്ചു, നീ എന്തറിഞ്ഞിട്ടാ? എനിക്ക് നീ ഇല്ലാതെ പറ്റത്തില്ല അച്ചു, പറ്റത്തില്ല. ബോധവും പൊക്കണോ ഇല്ലാതിരുന്ന സമയത്ത് നിന്നിട്ടുണ്ട്. പക്ഷെ ഇനി അതില്ല. ഈ ലോകത്തിന് ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന് ചോദിച്ചാലേ എനിക്ക് നീ തന്നെയാ വലുത്. ശരിയാ, എനിക്ക് ഇന്ദ്രയെ അമ്മയൊക്കെ ഇഷ്ടമാണ്. അവരൊക്കെ കൂടെ വേണമെന്നുണ്ട്. പക്ഷെ ഇത് ഞാനായിട്ട് തുടങ്ങിയ തീക്കളിയാണ്. അതിൽ നിന്നെ ഒറ്റയ്ക്ക് എറിഞ്ഞിട്ട് പോകാൻ എനിക്ക് സൗകര്യമില്ല. ഞാനെന്നും നിൻ്റെ കൂടെ കാണും, എന്നും ചാവുന്നവരെ. ആദമിച്ചായന് പോകണമെങ്കിൽ പോവാം. അതിനാണോ കിച്ചു എൻ്റെ ഈ ചായനെയും എൻ്റെ ആത്മമിത്രത്തിനെ പോലും വെറുപ്പിച്ച് ഞാൻ നിങ്ങളുടെ കൂടെ നിന്നത്? ഇല്ല, ഇനി അങ്ങോട്ട് നിങ്ങളുടെ കൂടെ ഞാനും കാണും. അതിന് എന്തിനായിരുന്നാലും. വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെടുമ്പോഴേ പ്രതികാരത്തിൻ്റെ വില എല്ലാവർക്കും അറിയാൻ പറ്റൂ. അതനുഭവിച്ചവർക്ക് മാത്രമേ നിങ്ങളുടെ വിഷമം അറിയാൻ പറ്റൂ. എന്തൊക്കെ അറിഞ്ഞാലും അവസാനം ഇങ്ങനെ തന്നെ വരുമെന്ന് അച്ഛനെ പോലെ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു. ഇത് വിധിയാ, ദൈവം മുമ്പേ എഴുതി വെച്ച വിധി. ആർക്കും മാറ്റാൻ പറ്റില്ല. എൻ്റെ
പൊന്നിറുക്കെ, നീ പറയുന്നത് സത്യം തന്നെയാണോ? ഒരുപാട് നാളുകൾക്ക് ശേഷം ഇന്ന് ഞാൻ സുഖമായിട്ട് ഉറങ്ങും. എല്ലാം അടിച്ച് നാല് വഴിക്കായോ? അപ്പോ ദൈവം കൂടെ ഉണ്ടെന്ന് പറയുന്ന ഇതാ പടച്ചോനാ അവർക്ക് ഈ വിധി വരുത്തി. എത്രയും പെട്ടെന്ന് ഇക്കാര്യം ഇക്കാക്കയെ അറിയിക്കണം. ഇക്കാക്കക്ക് ഒരുപാട് സന്തോഷം. യു ആർ സോ ഗുഡ് മാൻ. നീ അവിടെ ജോലിക്ക് കയറിയതുകൊണ്ടാ എനിക്കിത് ഇത്രയെങ്കിലും അറിയാൻ പറ്റിയത്. താങ്ക് യു സോ മച്ച്. എനിക്കറിയോ, ഇന്ന് ലോകത്ത് ആരെക്കാളും നിന്റെ ഇത്താത്ത ഹാപ്പിയാ, ഒരുപാട് ഹാപ്പിയാ. എന്തിനാ ഇത്താത്ത ഇത്രയും ഹാപ്പി? അവരടിച്ച് പിരിഞ്ഞേനോ? എൻ്റെ ഇത്താത്ത ഒരു കുടുംബം ഇങ്ങനെ നാല് വഴിക്കാവുന്ന കണ്ട് സന്തോഷിക്കാനൊന്നും നിൽക്കണ്ടേ? നാളെ അവസ്ഥ നമുക്കും വരും. ഇത്താത്തക്ക് അത് അറിയാത്തോണ്ടാ. നിന്റെ ഇത്താത്തായെ ഇങ്ങനെ ആക്കിയതേ വരാ. അത് പോട്ടെ, ഇതേ നിന്റെ ആള് വരുന്നുണ്ട്. ഏതായാലും ഇതുപോലെ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നീ എന്നെ അറിയിക്കണം കേട്ടോ. ഇനി ഞാനായിട്ട് നിങ്ങളുടെ ഇടയിൽ കട്ടറും പാവുന്നില്ല. ശരി? ഞാൻ പറഞ്ഞത് മറക്കണ്ട. ശരി, എന്നാ അടുത്ത ആഴ്ച കാണാം. എന്താടാ നിൻ്റെ ഇത്താത്തന്ന് ഭയങ്കര ഹാപ്പിയാണല്ലോ. എന്നെ നോക്കി ചിരിച്ചിട്ടൊക്കെ പോകുന്നുണ്ടല്ലോ. എന്തോ പറ്റി? നീ എന്താ വല്ല ഗുഡ് ന്യൂസും കൊണ്ട് കൊടുത്തോ? അങ്ങനെയും പറയാം. പക്ഷെ കൊണ്ടുകൊടുത്ത കാര്യവും വന്ന് പറഞ്ഞ കാര്യവും എനിക്കത്ര ഗുഡായിട്ട് തോന്നിയില്ല. കുറച്ച് സാഡ് തോന്നി. പക്ഷേ ഇത്താത്താക്കത് ഹാപ്പി ന്യൂസ് എന്നാ പറഞ്ഞേ. അത് പോട്ടെ. അല്ല, ടൈമിന് തന്നെ എത്തിയല്ലോ. പിന്നെ എത്താതെ പുതിയ ജോലിക്കൊക്കെ കയറിയപ്പോൾ പൊന്നുമോ വലിയ ഉദ്യോഗക്കാരനായില്ലേ. അതുകൊണ്ട് നീ ഇപ്പം ഭയങ്കര തിരക്കില്ല. എനിക്കാണെങ്കിൽ ഇപ്പം നിന്നെ ആകെപ്പാടെ കാണാൻ കിട്ടുന്നത് ഇതുപോലെ വീക്കെൻഡിലാണ്. വീക്കെൻഡ് നീ പറയുന്ന ആഗ്രഹങ്ങൾ സാധിച്ചു തരാനും, നിൻ്റെ കൂടെ ഇരിക്കാനും, നിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും, നിൻ്റെ കൂടെ അടിച്ചു പൊളിച്ച് കറങ്ങാനൊക്കെ അല്ലേ എന്നെ കൊണ്ട് പറ്റൂ. ഇതിൽ കൂടുതൽ വലുതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് നേരത്തെ ഇങ്ങ് ഓടി വന്നത്. അല്ല, സിനിമയ്ക്കുണ്ടേ, അതിനല്ലേ നേരത്തെ വിളിച്ചു വരുത്തിയത്. പിന്നെ പോണം. ഓൾമോസ്റ്റ് സമയമായി. വന്നേ. ഇത്താത്തോട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയം പോയതേ അറിഞ്ഞില്ല. ഏതായാലും ടൈമിന് നീ വന്നല്ലോ. എൻ്റെ പൊന്നു പട്ടരെ, സിനിമയൊക്കെ കണ്ടിട്ട് വേണം ഒരുപാട് കാര്യങ്ങൾ പറയാം. കമ്പനിയിലെയും അവിടുത്തെ സാറന്മാരുടെയൊക്കെ വിശേഷങ്ങൾ. വാ. മോനെ ഇന്ദ്ര, എല്ലാരും ഓഫീസിലോട്ടൊക്കെ ഇറങ്ങിയില്ലേ? മോനെ, മുത്തശ്ശൻ ദേവുവിനോട് പറഞ്ഞു, നിന്റെ അച്ഛനോടും പറഞ്ഞു, ഇനി ഇവിടെ നീയാ ഉള്ളത്. ബാക്കി രണ്ടിന്റെയും മനസ്സെന്താന്ന് അച്ഛനെ വായിക്കാം. മോനെ, അവരെ തിരിച്ചു വിളിച്ചൂടെ? അവര് വരും, മുത്തശ്ശൻ ഉറപ്പാ. മുത്തശ്ശ, ഇതിനെക്കുറിച്ച് 1000 വട്ടം നമ്മളെല്ലാവരും സംസാരിച്ചതാ. ആ പ്രശ്നം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി. എല്ലാവരും ഒരുവിധം ഒന്ന് മറന്നു വരുമോ? മുത്തശ്ശനായിട്ട് ഇനി അത് കുത്തിപ്പൊക്കരുത് ഇടയ്ക്കിടയ്ക്ക്. വരണ്ടെന്ന് ആരും പറയുന്നില്ല മുത്തശ്ശ. പക്ഷെ എല്ലാം ഉപേക്ഷിച്ചിട്ടാണെങ്കിൽ 2 കൈ നീട്ടി ഇവിടെ എല്ലാവരും സ്വീകരിക്കവരെ. അതിനവർ തയ്യാറല്ലല്ലോ. തയ്യാറല്ലാത്തിടത്തോളം കാലം ഞങ്ങളും തയ്യാറാവത്തില്ല മുത്തശ്ശ. മുത്തശ്ശൻ ഇനി ഈ കാര്യവും പറഞ്ഞുകൊണ്ട് എൻ്റെ പിന്നാലെ വരണ്ട. ഞാൻ അവരെ അങ്ങനെ അംഗീകരിക്കാൻ പോകുന്നില്ല. ഞാൻ ഇറങ്ങുക. എന്താ മക്കളെ നിങ്ങൾ മനസ്സിലാക്കാത്തത്? 2 പാത്രമാവാനായിട്ടാ എല്ലാരും കാത്തിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ കയറി എന്തും ചെയ്യാൻ ആർക്കും ഒരു സൗകര്യമാ. എന്താ ദൈവമേ ഇതെന്റെ മക്കളെ മനസ്സിലാക്കാത്തത്? എന്തിനാ എന്റെ കുടുംബത്തെ മാത്രം നീ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? അതമേ, ഞാനെന്നാൽ കമ്പനിയിലോട്ട് ഇറങ്ങുക. എൻ്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞതല്ലേ. ഇനിയിപ്പോൾ നൈറ്റ് അവിടെ സ്റ്റോക്ക് വരുന്നതുകൊണ്ട് എനിക്ക് അവിടെ ഇറക്കാം. ഡാനിയലങ്ങളില്ല, അലസിച്ചാനും ഇല്ല.
നാട്ടിൽ പോയേക്കുക. അപ്പം ഞാനും ഋഷി മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവാം. നിങ്ങളെന്താ രണ്ടുപേരും കൂടെ വല്ലാണ്ടിരിക്കുന്നത്? എന്തോറ്റി കിച്ചു? എന്തോറ്റിടാ? അതൊന്നുമില്ല അച്ചു. അവന് അമ്മേനെയും ദേവമ്മേനെയും ഇന്ദ്രേനെയൊക്കെ കാണണമെന്ന്. അവനെന്തോ സ്വപ്നം കണ്ടെന്നൊക്കെയാണ് പറയുന്നത്. നോക്ക് കിച്ചു, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ പോവാൻ. നീയാ എൻ്റെ കൂടെ വന്നത്, നിൻ്റെ സ്വന്തം ഇഷ്ടത്തിലും വാശിയിലും. പിന്നെ എന്തുണ്ടാക്കാനോ നീ എൻ്റെ കൂടെ വന്നത്? ദേ, ഞാനിവിടെ ആരെയും പിടിച്ച് കെട്ടി എൻ്റെ ഒക്കത്തൊന്നും വച്ചിട്ടില്ല. ഇപ്പോഴേ ഞാൻ പറഞ്ഞേക്കാം. ടാരോടങ്ങാൻ കണ്ട ആദമിച്ചായ, ഇതാ അവൻ്റെ കുഴപ്പം. ശരിയാ, ഞാൻ തന്നെ അവൻ്റെ കൂടെ വന്നത് എന്ന് വെച്ച് ഞാൻ വേണ്ടാത്തൊക്കെ ചിന്തിച്ചിറന്നിട്ട് ആ സ്വപ്നം കാണുന്നതെന്ന് അവൻ പറയുന്നത്. പക്ഷെ എനിക്കറിയത്തില്ല, അവനും കൂടി എന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ അവനേന്നും പറഞ്ഞല്ലേ നിൽക്കുന്നത്. അവന് വേണ്ടിയാണ് ഞാൻ എല്ലാം കളഞ്ഞേക്കുന്ന ആദമിച്ചായ. അവനെന്താ അത് മനസ്സിലാക്കാത്ത? കിച്ചു, വേറെ ആരത് ചോദിച്ചാലും നീ അത് ചോദിക്കരുത്. ഈ ലോകത്ത് വേറെ ആര് നിന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും ആ പോയ അവൻ നിന്നെ മനസ്സിലാക്കും. അത് നിനക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളതാണ്. അവന് നീയെന്ന് വെച്ചാൽ ജീവനായിച്ചു. എടാ, നീ ഇല്ലെങ്കിൽ അവനില്ല, അവനില്ലെങ്കിൽ നീയില്ല. അതാ നിങ്ങളുടെ ബന്ധം. അവനും ആരും വേണ്ടാന്ന് പറഞ്ഞല്ലേ എടാ ഇവിടെ നിൽക്കുന്നത്. അത് മാത്രം നീ ചിന്തിച്ചാൽ മതി. നീ ആവശ്യമില്ലാതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി ഓവർ തിങ്ക് ചെയ്യണ്ട. എല്ലാം ശരിയാവും എത്രയും പെട്ടെന്ന് തന്നെ. എല്ലാം നീ കണ്ടോ. നീ അതുകൊണ്ട് സമാധാനമായിട്ടിരിക്കും. ഇക്കാക്ക ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ എവിടെയൊക്കെ നോക്കിയെന്നറിയോ? ഇക്കാക്കറിയോ, ടുഡേ ഐ എം സോ ഹാപ്പി. ഐ എം വെരി വെരി ഹാപ്പി. അതെങ്ങനെയാണ് പറയണ്ടേ, എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടേ, ഏത് രീതിയിൽ എക്സ്പ്രസ് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല. ഇക്കാക്ക, ഞാൻ ഇന്ന് ഈ ലോകത്ത് ആരെക്കാലം സന്തോഷത്തില്ല. അത് മനസ്സിലായി. അല്ല, ഇത്രയും സന്തോഷിക്കാൻ മാത്രം എന്നതാ കാര്യം? എത്ര നാളായി നിന്നെ ഞാനിങ്ങനെ കണ്ടിട്ട്. എന്താടി ഇത്രയും ഹാപ്പിനെസ് വരാൻ മാത്രം? അതെ, ഹാപ്പി തന്നെയാ. ഇതറിഞ്ഞ എന്നെ പോലെ ഇക്കാക്കായി സന്തോഷത്തിലാവും. ഇക്കാക്കറിയോ, ഇന്ദ്രജിത്ത് ആ ഫാമിലിയെ രണ്ട് വഴിക്കായി. ഇക്കാക്ക അവരെല്ലാവരും അടിച്ചു പിരിഞ്ഞു. AK ഗ്രൂപ്പ്സ് ആരാന്ന് അവരുടെ കുടുംബക്കാരെല്ലാവരും അറിഞ്ഞു. അവരെല്ലാം നാല് വഴിക്കായി. ആദമും അങ്കിതും കാളിദാസും എല്ലാം വേറെ സ്ഥലത്തും, ബാക്കി എല്ലാവരും അവരുടെ വീട്ടിലും. അങ്ങനെ മൊത്തത്തിലെല്ലാം തകർന്നു. അവർ ചെയ്തതിനുള്ളത് അവർക്ക് കിട്ടി. ഫിദ, മറ്റുള്ളവരുടെ സങ്കടം കണ്ട് സന്തോഷിക്കുകയാണോ നീ? ഇന്ന് അവർക്കാണെങ്കിൽ നാളെ നമുക്കാ. അത് നീ മറക്കണ്ട. അതുകൊണ്ട് ഇതത്ര സന്തോഷിക്കാനുള്ള കാര്യമല്ല. നിന്നോട് ഞാൻ പറഞ്ഞതാ. നീ ഇപ്പം എന്താ ചോദിക്കാൻ വരുന്നതെന്ന് എനിക്കറിയാം. ശരിയാ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് നീ എന്ത് ചെയ്താലും നിൻ്റെ കൂടെ കാണുമെന്ന്. ആ ഒരു വാക്കിൻ്റെ പുറത്ത് നീ അതിര് കടക്കരുത്. നിനക്കറിയാമല്ലോ, ഞാനിന്ന് ബാംഗ്ലൂരോട്ട് പോവാം. ഇവിടുത്തെ കമ്പനി നീ നോക്കേണ്ട നീയാ. ഇത്രയും വലിയൊരു ഉത്തരവാദിത്വമാണ് ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ട് പോകുന്നത്. ആ നേരത്ത് നീ ആരെങ്കിലും ചാവുന്നുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും തല്ലുണ്ടാക്കി പിരിയുന്നുണ്ടോ, ഇത് നോക്കിക്കൊണ്ട് നടക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. അത് അവരുടെ കുടുംബമാണ്. അവർ അടിയുണ്ടാക്കും, ഒന്നാവും. അത് അവരുടെ കുടുംബമാണ്. അത് നീ മറക്കണ്ട. നമ്മൾ നമ്മുടെ കാര്യങ്ങളാണ് നോക്കേണ്ടത്. നമ്മുടെ നിലനിൽപ്പ്, നമ്മുടെ ജീവിതം, നമ്മുടെ ബിസിനസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇവിടെ കുടുംബം എന്ന് പറയാൻ ഞാനും നീയോ ഉള്ളത്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നീ ഇടപെടാൻ പോകണ്ട. മനസ്സിലായോ? എനിക്കിന്ന് വൈകിട്ട് ഫ്ലൈറ്റ് 8 മണിയൊക്കെ ആകുമ്പോൾ. ഇപ്പം തന്നെ 6:30 ആയി.
ഞാനിപ്പോൾ ഇറങ്ങും. ഞാൻ പറഞ്ഞതൊന്നും മറക്കണ്ട. കമ്പനി കാര്യങ്ങളൊക്കെ നോക്കി മര്യാദയ്ക്ക് നിൽക്കണം. ഞാൻ ഈ ഒരു 6 മാസത്തേക്ക് ഇങ്ങോട്ട് വരത്തില്ല. അത് നിനക്കറിയാമല്ലോ. ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ആകെ നാശക്കോട്ടയായിട്ട് കിടക്കുക. അതൊക്കെ ഒന്ന് നേരെയാക്കണം. അതുവരെ ആവശ്യമില്ലാത്ത ഒരു പണിയും നീ ഒപ്പിച്ച് വയ്ക്കരുത്. അത് നീ എനിക്ക് വാക്ക് തരണം. എനിക്കറിയായിരുന്നു ഇക്കാക്ക ഇതറിയുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പ്രതികരിക്കാൻ പോകുന്നതെന്ന്. ശരിയാ, ഇക്കാക്ക എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്താലും ഇക്കാക്ക എൻ്റെ കൂടെ കാണുമെന്ന്. പക്ഷേ ഇക്കാക്ക അതിന് കഴിയില്ല എന്നും എനിക്കറിയാം. പിന്നെ ഇക്കാക്ക പേടിക്കും പോലെ ഞാൻ ഒന്നും ചെയ്യത്തില്ല. ഇക്കാക്ക ആരെയും കൊല്ലാനും പോകുന്നില്ല, ആരെയും കൊന്ന് കുഴിച്ചു മൂടാനും പോകുന്നില്ല. കണ്ടില്ലേ ഇക്കാക്ക, പടച്ചവനായിട്ട് ഇനി അവർക്ക് ഓരോന്ന് കൊടുക്കുന്നത്. പിന്നെ ഞാനെന്തിനാ ഇനി എന്തെങ്കിലും ചെയ്യുന്നേ? അതുകൊണ്ട് ഇക്കാക്കക്ക് ധൈര്യമായിട്ട് പോവാം. ഞാനായിട്ട് അവരെടുത്തോ ആരെടുത്തോ ഒന്നിനും ഒരിതിനും പോകത്തില്ല. ഇത് ഇക്കാക്കക്ക് ഫിദ തരുന്ന വാക്കാം. ഇത് കേട്ടാൽ മതി. എനിക്ക് ഇത് മാത്രം കേട്ടാൽ മതി. സമാധാനമായിട്ട് എനിക്ക് അവിടെ പോയി നിൽക്കാനായിട്ട്. ശരി മോളെ, കാക്ക പോയിട്ട് വരാം. സേഫായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാം കേട്ടോ. നിനക്ക് എങ്ങനെ എന്നെ കാണണമെന്ന് തോന്നിയാൽ അങ്ങോട്ട് വന്നാൽ മതി. ഒന്ന് അവിടുത്തെ ഫിനാൻഷ്യൽ പ്രോബ്ലം എല്ലാം സ്റ്റേബിളായി കഴിഞ്ഞാൽ, കമ്പനി ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ഇക്കാക്ക ഇങ്ങോട്ട് വരും നിന്നെ കാണാൻ. 2 ദിവസം വന്ന് നിൽക്കുകയും ചെയ്യാം. അതൊന്ന് സെറ്റാക്കുന്നവരെയുള്ള പാടേ ഉള്ളൂ. ശരി ശരി കാക്ക. ഇത് ഞാൻ ആഘോഷിക്കും. ഇത് മാത്രമല്ല, ഇതുപോലെ അവർക്ക് കിട്ടാൻ പോകുന്ന ഓരോ അടികളും ഞാൻ ആഘോഷിക്കും. ആഘോഷിച്ച് ഞാൻ ഓർമ്മാദിക്കും. ചില മാറ്റങ്ങൾ അവ പെട്ടെന്ന് ആർക്കും തന്നെ ഉൾക്കൊള്ളാൻ കഴിയില്ല. ചിലപ്പോൾ അവ പല മനസ്സുകളെയും വിഷമത്തിലാഴ്ത്തും. ആ മാറ്റങ്ങൾ ജീവിതത്തിൽ തന്നെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ളവയായിരിക്കും. ഒരു കള്ളം കൊണ്ട് കെട്ടി ഉയർത്തിയ കൊട്ടാരം അവ തകർന്ന് തരിപ്പണമാവാൻ ഒരു നിമിഷം മതി. സത്യങ്ങൾ തിരിച്ചറിയുന്ന ആ ഒരു നിമിഷം മാത്രം. സ്വന്തം ചോരയ്ക്ക് വേണ്ടിയാണ് ഇവരിരുവരും ഓരോന്നും ചെയ്യുന്നതെന്ന് അവരാരും തിരിച്ചറിഞ്ഞിരുന്നില്ല. അച്ഛന് നൽകിയ വാക്ക് പാലിക്കാൻ മക്കളും, മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ ഒരമ്മയും. ഇവർ നേർക്കുനേർ വരുമ്പോൾ പിന്നെ പ്രണയത്തിന് എന്താണ് പ്രസക്തി? സ്വന്തം പ്രണയത്തെ മാറ്റി നിർത്തി അവൻ തന്റെ ചോരയുടെ കൂടെ നിന്നതിന് അവന്റെ മുന്നിൽ 1000 കാരണങ്ങളുണ്ടായിരുന്നു. തങ്ങളെ അനാഥരാക്കിയവരോടുള്ള പക, അതായിരുന്നു അവനെ കള്ളങ്ങൾ പറയാൻ പ്രേരിപ്പിച്ചത്. എന്നാൽ ആ കള്ളത്തിലും ഒരു സത്യം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു.